എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ ലാബ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ. കാരണം ഒരുപാട് പേര് കുറേ നാളായിട്ട് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു മുമ്പ് പറഞ്ഞോട്ടെ, നമ്മളൊരു ആൻറ്റി ഏജിങ് ചലഞ്ചാണ് ചെയ്യുന്നത്. ആൻറ്റി ഏജിങ്ങിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളത് പടിപടിയായിട്ട് ഓരോരോ സ്റ്റെപ്പായിട്ട് ഓരോ വീഡിയോസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരാഴ്ച കഴിഞ്ഞു അല്ലേ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. ആദ്യം തൊട്ടുള്ള വീഡിയോസ് നിങ്ങൾ കണ്ട് ഒരു 7 വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഓരോ വീഡിയോസും കണ്ട് ഓരോന്നായിട്ട് മനസ്സിലാക്കി ഫോളോ ചെയ്ത് വന്നാലേ നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂറ്റി കിട്ടത്തുള്ളൂ കേട്ടോ. കാരണം തുടർച്ചയായിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആദ്യം തൊട്ട് ചെയ്യണം. രണ്ടാമത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ കുറച്ച് കഷ്ടപ്പെടാതെ ഒരിക്കലും നമുക്ക് നമ്മുടെ ശരീരത്തിനെയോ നമ്മുടെ സ്കിന്നിനെയോ നല്ല രീതിയിൽ വെച്ചേക്കാനായിട്ട് പറ്റത്തില്ല. അതിന് ഹാർഡ് വർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ തുടർച്ചയായിട്ട് നമ്മൾ കറക്റ്റായിട്ടൊരു കാര്യം ഫോളോ ചെയ്യുന്നതിനെയാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ആൻറ്റി ഏജിങ് റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഫസ്റ്റ് വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നത് പോലെ വെള്ളം, വെജിറ്റബിൾ ജ്യൂസ്, ഫ്രൂട്ട് ജ്യൂസ്, നട്ട്സ് ഇതൊക്കെ കഴിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ടും ഫോളോ ചെയ്യണം. പിന്നെ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ തികച്ചും ഫ്രീ ആണ്. അതിനകത്ത് ഒരു പൈസയും നിങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അതിനകത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസ് കൃത്യമായിട്ട് വന്നു ചേരും. അതോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങളൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ശരീരത്തിൽ നാച്ചുറലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു പ്രോട്ടീനാണ് കൊളാഗൻ എന്ന് പറയുന്നത്. കാരണം കൊളാഗൻ നമുക്ക് എത്രത്തോളം നമ്മുടെ ശരീരത്തിൽ ആ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ആകുന്നു അത്രത്തോളം നമ്മുടെ സ്കിന്ന് നല്ല യങ് ആയിട്ട് നല്ല ഗ്ലോ ആയിട്ട് നല്ല ചുളിവുകളൊന്നും ഇല്ലാതെ നല്ല ഷൈനിങ് ആയിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കും. അതായത് ഒരു നാച്ചുറൽ പ്രോട്ടീനാണ് കൊളാഗൻ എന്ന് പറയുന്നത്. നമ്മുടെ സ്കിൻ കളർ ഇംപ്രൂവ് ചെയ്യും. നമുക്ക് നല്ലപോലെ സ്കിന്നിനൊരു യുവത്വം, നമുക്ക് ചെറിയ വയസ്സിലെ കാര്യമില്ല, നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഒരു ഗ്ലോ ആയിട്ടിരിക്കും, നല്ല യങ് ആയിട്ടിരിക്കത്തില്ലേ. അപ്പോൾ നമുക്ക് എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ വയസ്സാകും തോറും കൊളാഗൻ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും, റെഡ്യൂസ് ആയി വരും. അപ്പോൾ റെഡ്യൂസ് ആയി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നാച്ചുറൽ ആയിട്ടുള്ള തിങ്സ് നമ്മൾ ഇൻടേക്ക് ചെയ്ത് കൊളാഗൻ പ്രൊഡക്ഷനെ ഇംപ്രൂവ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക, നമ്മുടെ സ്കിന്നിന് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഗ്ലോയും ഒക്കെ കിട്ടുക. നിങ്ങൾക്ക് അല്ലാതെ ആർട്ടിഫിഷ്യലായിട്ട് കെമിക്കലായിട്ടും ഒക്കെ ഒരുപാട് സാധനങ്ങൾ കൊളാഗൻ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ ഇന്ന് നിങ്ങളോട് കാണിക്കാൻ പോകും, നമ്മൾ തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആണല്ലോ ഹെർബലായിട്ട് എങ്ങനെ ഇൻടേക്ക് ചെയ്യാം എന്നുള്ളതാണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നാച്ചുറലായിട്ട് ഇൻടേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൊളാഗൻ പൗഡറാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒന്ന് കഷ്ടപ്പെട്ടാൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം. നമുക്കറിയാലോ, ഈ ഹെർബലായിട്ടുള്ള ഐറ്റംസ് ഒക്കെ പോയി കളക്ട് ചെയ്ത് ഉണക്കി പൊടിച്ച് കഴുകി അങ്ങനെ വൃത്തിയായിട്ട് ഉണ്ടാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ കുറച്ച് മെനക്കെട്ടാൽ മാത്രമേ നമുക്കത് വൃത്തിയായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന രീതി കാണിച്ചു തരാം. നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നവരുണ്ടാക്കി സൂക്ഷിക്കുക. ഇല്ല ഉണ്ടാക്കാൻ പറ്റില്ല, ഞാൻ ഉണ്ടാക്കി തരണം എന്നാണെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളതാണ്. ഈ വാട്സപ്പ് നമ്പർ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൃത്യമായിട്ട് നിങ്ങൾ വാങ്ങിച്ചു വെച്ച് ഉപയോഗിക്കേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, അല്ലെങ്കിൽ വാങ്ങി വെക്കുക. കമ്പൽസറി ആയിട്ടും വാങ്ങി വെക്കുക. നിങ്ങൾ എല്ലാവരും ഒരാഴ്ച നിങ്ങളിത് ഇൻടേക്ക് ചെയ്യുമ്പോൾ തന്നെ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പൗഡർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ എല്ലാം ഒരു 50 ഗ്രാം എന്നുള്ള കണക്കിലാണ് ഞാനിപ്പോൾ ഇവിടെ എല്ലാം ഇടാനായിട്ട് പോകുന്നത് കേട്ടോ. ഫസ്റ്റ് ഞാൻ ഇടാൻ പോകുന്നത്, ഇപ്പോൾ നമ്മളിവിടെ തന്നെ പൊടിച്ച് വെച്ചേക്കുന്ന പൊടിയാണ്. ഞാനിപ്പോൾ സെയിൽസിന് വേണ്ടിയിട്ട് നമ്മൾ പൊടിക്കുന്ന പൊടിയാണ്. ഞാനിവിടെ ആദ്യം ഒരു 50 ഗ്രാം പുതിന ഇല പൊടിച്ചതാണ് എടുത്തേക്കുന്നത്. ഓക്കെ, പുതിന ഇല പൊടിച്ചത് 50 ഗ്രാം. അതിനുശേഷം നമ്മുടെ ഓറഞ്ച് പീൽ പൗഡർ, ഓറഞ്ച് പീല് ഉണക്കി പൊടിച്ചത്, അതും ഒരു 50 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നെല്ലിക്ക, നല്ല ഡ്രൈ ആയിട്ടുള്ള നെല്ലിക്ക ഉണക്കി പൊടിച്ചത്, അതും ഒരു 50 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ് പൂവില്ലേ, നമ്മുടെ പനീർ റോസ് പൂവ്, അത് ഉണക്കി പൊടിച്ചതാണ് 50 ഗ്രാം. ഓക്കെ, ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പംകിൻ സീഡ്സ്.
പംകിൻ സീഡ്സ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റോസ്റ്റഡ് പീനട്ട്സ്, കപ്പലണ്ടിയില്ലേ, റോസ്റ്റഡ് പീനട്ട്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു പീനട്ട്സും ഇതും എല്ലാം നമ്മളൊരു 25 ഗ്രാം കണക്കിനാണ് കേട്ടോ എടുത്തേക്കുന്നത്. പീനട്ട്സ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ നല്ല ആൽമണ്ട്സ് ആഡ് ചെയ്യുന്നുണ്ട്. അതും ഒരു 25 ഗ്രാം അളവിന് ആൽമണ്ട്സ് എടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഓട്സും എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിതിനകത്ത് കുറച്ച് റോൾഡ് ഓട്സ് ആണ് എടുത്തേക്കുന്നത്. ഞാൻ റോൾഡ് ഓട്സ് എടുക്കുന്നതാണ് നല്ലത്. മറ്റേ ഓട്സ് എടുക്കാൻ നിൽക്കരുത്, റോൾഡ് ഓട്സ് തന്നെ എടുക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. അതായിരിക്കും ഏറ്റവും നല്ലതെന്നല്ല, അത് തന്നെ ഉപയോഗിക്കണം. റോൾഡ് ഓട്സ് ഉപയോഗിക്കുക. മറ്റേ ഓട്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ബാക്കിയെല്ലാം പൊടിയാണ്, എങ്കിലും നമുക്ക് ഇതൊക്കെ ഒന്ന് പൊടിയാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടോ, ഇത് നല്ലപോലെ മിക്സിയിൽ നല്ല ഭംഗിയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലൊരു ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു വെക്കണം. ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ വേണം പൊടിച്ച് വെക്കാൻ. പൊടിച്ച് നല്ലൊരു ടൈറ്റ് കണ്ടെയ്നറിൽ നിങ്ങൾ അടച്ചു വെച്ചിരിക്കണം കേട്ടോ. അടച്ചു വെച്ചിട്ട് വേണം കഴിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ കഴിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 സ്പൂണ് പൊടി അതിലേക്ക് മിക്സ് ചെയ്യാം. ഒരു വലിയൊരു ടേബിൾ സ്പൂൺ തന്നെ എടുക്കാം കേട്ടോ. അതിലേക്ക് മിക്സ് ചെയ്തിട്ട് അതിനകത്തോട്ട് നമുക്ക് ഹണി മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു വലിയ സ്പൂണ് ഹണിയും കൂടെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി നല്ലപോലെ ഒന്ന് യോജിപ്പിക്കാം. യോജിപ്പിച്ചതിന് ശേഷം വേണം നമ്മളിത് കഴിക്കാനായിട്ട്. ഇത് കണ്ടോ, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഹണിയും ഈ പൊടികളും എല്ലാം കൂടെ ചേരുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിന് നല്ലൊരു സ്കിൻ കളർ ഇമ്പ്രൂവ് ആകുന്നത് നമുക്ക് നല്ല ഭംഗിയായിട്ട് അറിയാൻ പറ്റും കേട്ടോ. എന്നിട്ട് ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇത് ഫുള്ളായിട്ട് നമുക്ക് കഴിക്കാം. ഒരു നേരം തന്നെ കഴിക്കാം കേട്ടോ. ഇത്രയും ഹണി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ എനിക്ക് കുറച്ച് ഹണി കൂടുതലാകുമ്പോഴാണ് കഴിക്കാനായിട്ട് തോന്നുക. അല്ലെങ്കിൽ നമുക്കൊരു ഇതില്ലാതെ തോന്നും. നിങ്ങൾക്ക് ഹണി കറക്റ്റായിട്ട് ഹണി ഉപയോഗിച്ച് ഉരുള പോലെ ഉണ്ടല്ലോ, ഉരുള പോലെ ആക്കിയിട്ട് വിഴുങ്ങ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കൊളാഗൻ ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ദേ കണ്ടോ, ഞാനിത് ഹണിയിൽ കുറച്ച് നേരം മിക്സ് ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് കണ്ടോ ഒരു ലേഹ്യത്തിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ട്. ഒരു ലേഹ്യം പോലുള്ളൊരു കൺസിസ്റ്റൻസിയാണുള്ളത്. ഇതൊരു ടീസ്പൂൺ അല്ലേ, ഇതൊരു വലിയ ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ. ഈ ഒരു പൊടി ഏതൊരു വലിയ ടേബിൾ സ്പൂൺ ഉണ്ടാവും. നിങ്ങൾ ഇത് കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പും രാത്രി ഡിന്നറിന് മുമ്പും ആണ് നിങ്ങൾ കഴിക്കേണ്ടത്. രണ്ടും മുമ്പാണ് കേട്ടോ. ഡിന്നറിന് മുമ്പും ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പും ഓരോ സ്പൂൺ വെച്ച് കഴിക്കാം. ഓക്കെ, ഇതിനൊരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു പുളിപ്പും ഒരു മധുരവും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് ആണെന്ന് വെച്ചാൽ അല്ല, നല്ല ടേസ്റ്റ് അല്ല. ആ പനിനീർ പൂവിൻ്റെ ഒക്കെ ചേർന്നിട്ടൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വായിൽ വെച്ചിട്ട് അങ്ങ് വിഴുങ്ങാം. അപ്പോഴത്തേക്ക് വിഴുങ്ങുമ്പോഴത്തേക്ക് നമുക്ക് അത്രയും ഒരു ഓടായിട്ടുള്ള ടേസ്റ്റ് ആയിട്ട് തോന്നത്തില്ല. ബട്ട് വിഴുങ്ങുമ്പോൾ നമുക്കൊരു ഓർക്കാനും വരുന്ന ടേസ്റ്റും അല്ല കേട്ടോ. എനിക്ക് പൊതുവേ ഈ ടേസ്റ്റൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ടേസ്റ്റുകൾ ഇഷ്ടമാണ്. കാരണം നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ കൂടുതൽ ഇൻടേക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ പേഴ്സണലി ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എടുത്തിട്ട് വിഴുങ്ങാം. പതുക്കെ രുചിച്ച് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. 1 സ്പൂൺ വെച്ച് രാവിലെയും കഴിക്കണം, രാത്രിയും കഴിക്കണം. ഓക്കെ, കൃത്യമായിട്ട് കഴിച്ചാൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. കൺസിസ്റ്റൻസിയോടെ കറക്റ്റായിട്ട് ഒരാഴ്ച നിങ്ങൾ രാവിലെയും വൈകുന്നേരവും കഴിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണിലുള്ള ചുളിവുകൾ, സ്കിന്നിൻ്റെ ആ ഒരു സാഗിനെസ്, സ്കിന്നിൻ്റെ ആ ഒരു ഡിസ്കളറേഷൻ ഒക്കെ പതുക്കെ സ്ലോ ആയിട്ട് റെഡ്യൂസ് ആവുന്നത് നല്ല രീതിയിൽ അറിയാനായിട്ട് പറ്റും. അപ്പോൾ പൗഡർ ഉണ്ടാക്കാൻ പറ്റുന്നവരൊക്കെ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഉണ്ടാക്കുക. ഇല്ലാത്തവരൊക്കെ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. ഞാൻ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഓടിപ്പോയി ലൈക്കൊക്കെ ചെയ്തിട്ട് നാളെ നല്ലൊരു കിടിലൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.